ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരെന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കത് റെസിനേറ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ചും അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളുടെ പേഴ്സൺ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുമൊക്കെ ഈ ഒരു സമയത്ത് അവർ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ ഓക്കെ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡ്സ് റിവേഴ്സ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതാണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഓവറോൾ ഒരു എനർജി നോക്കിയിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പം അവർക്ക് അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടമായി പോയി. അവരുടെ ജീവിതത്തിൽ അവർ ഏക ആശ്രയമായിരുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടമായിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ആശ്വാസം നൽകിയിരുന്ന അല്ലെങ്കിൽ ഒരു ആശ്രയം നൽകിയിരുന്ന ഒന്നായിരുന്നു. അതുവരെ അവർക്ക് നഷ്ടമായി പോയി എന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത് അവർ കാരണമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സൈഡിൽ നിന്നുള്ള ഒരു മിസ്റ്റേക്ക് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ സംസാരങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവർ വേണ്ടാന്ന് വെച്ച് പോയതൊക്കെ ആയിരിക്കാം. എങ്കിൽ പോലും ഈ ഒരു സമയത്ത് പ്രസന്റ്ലി നമുക്ക് കിട്ടുന്ന ഒരു ഫീലിങ്സ്, അവരുടെ ഒരു ചിന്തകൾ, ഫീലിങ്സ് എന്ന് പറയുന്നത് അവർക്ക് വളരെ ഒരു ഏക ആശ്രയമായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പ് നഷ്ടമാക്കി കളഞ്ഞു അല്ലെങ്കിൽ നഷ്ടമായി പോയി എന്നൊരു രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവരുടെ സന്തോഷം നിങ്ങളായിരുന്നുവെന്ന് വളരെ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് അവർക്കത് മനസ്സിലാകുന്നത്. ഈ ഒരു സെപ്പറേഷനിലൊക്കെ വന്നതിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷമായിരുന്നു അവർക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പാണ് അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഒരു വാല്യൂ, അല്ലെങ്കിൽ അവരെ അവരാക്കി തീർത്തത് ഈ റിലേഷൻഷിപ്പാണ് എന്നൊക്കെ അവർ തിരിച്ചറിയുന്നുണ്ട്. അവരുടെ ജീവിതം തന്നെ നിങ്ങളായിരുന്നു എന്നുള്ളൊരു കാര്യവും അവർ ഈ ഒരു സമയത്ത് തിരിച്ചറിയുകയാണ്. അവരുടെ ജീവിതം വളരെ മനോഹരമായ രീതിയിലാക്കി തീർക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ അത്തരം സാഹചര്യങ്ങൾ കൊണ്ട് ഒക്കെ ഒത്തിരി സന്തോഷിച്ചിട്ടുണ്ട് ഈ വ്യക്തി. ഈ ഒരു സെപ്പറേഷനിലാകേണ്ടി വന്നു എന്നത് ഇപ്പോൾ ഈ ഒരു സമയത്ത് അവരെ ഒരുപാട് വിഷമിപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അവർ തള്ളി നീക്കുന്നത് അത്രയും ഒരു പ്രയാസപ്പെട്ട രീതിയിലാണ്. ഇവിടെ നമുക്ക് ഈ ഒരു കാർഡ്, കപ്സിന്റെ കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ ആഗ്രഹിക്കുന്നു, ഒരു വിഷസ് വിൽ ബി ഫുൾഫിൽഡ് എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടുന്നത്. അവരിപ്പോൾ ഒത്തിരി ആഗ്രഹിക്കുകയാണ് നിങ്ങളോട് കൂടെ ആയിരിക്കാനും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനും ഒക്കെ ഒത്തിരി ആഗ്രഹിക്കുന്നു. ആ ഒരു ആഗ്രഹം സഫലമാകും എന്ന് തന്നെയാണ് ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാർഡും. അങ്ങനെ നോക്കുകയാണെങ്കിൽ
നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഇതൊരു വിഷ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു ആഗ്രഹം ഫുൾഫിൽ ആകും എന്ന യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള ഗൈഡൻസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി ഒരു സന്തോഷത്തിന്റെ സമയങ്ങളായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ വരുന്നത് എന്ന് ഉള്ള ഒരു ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു കാർഡ് അതാണ് പറഞ്ഞു തരുന്നത്. സെക്കൻഡ് കാർഡ് വരുമ്പോഴത്തേക്കും 6 ഓഫ് കപ്സ് ആണ്. കുറച്ച് നിങ്ങളുടെ ഈ റീഡിങ്ങിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻസ് ആണ് പിന്നീട് വരുന്ന ഒരു കാർഡ് നമുക്ക് വരുന്നത്. ഓക്കെ, 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു പേഴ്സൺ, അതായത് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നതിന് മുന്നേ തന്നെ നല്ല രീതിയിൽ അറിയാവുന്ന ഒരു പേഴ്സൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സോ നെയ്ബേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കുറേ നാളുകൾ ഒരുമിച്ച് പഠിച്ചവരോ അങ്ങനെ കുറേ നാളുകളായിട്ട് നിങ്ങൾക്ക് അറിയാമായിരുന്നു. അതിനുശേഷം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ വളരെ ഒരു നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ വളരെ കോപ്പറേറ്റീവായിട്ടും പരസ്പരം റെസ്പെക്ട് ചെയ്തും ഒക്കെ പോയിക്കൊണ്ടിരുന്ന വ്യക്തികളായിട്ട് കാണുന്നു. പിന്നെ നിങ്ങളുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും വളരെയധികം കാര്യങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വിട്ടുവീഴ്ചകൾ നടത്തിയ ഒരു വ്യക്തിയാണ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. അതായത് ഒരു എക്സ്പെക്ടേഷൻസും ഇനി അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾ ഒരു എക്സ്പെക്ടേഷൻസും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക്. അവർ നിങ്ങളെ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ കെയർ ചെയ്യണം അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻസും നിങ്ങൾക്കുണ്ടായിരുന്നില്ല. നിങ്ങൾ അവരെ വളരെയധികം കെയർ ചെയ്തു, അവർക്കെല്ലാം ചെയ്തു കൊടുത്തു. നിങ്ങൾ ഒരു പ്രതീക്ഷയും ഇല്ലാതെ തിരിച്ചു കിട്ടുമെന്ന ഒരു പ്രതീക്ഷയും ഇല്ലാതെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ പഴയ കാലത്തെ ഓർമ്മകൾ നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലുണ്ട് എന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു മെമ്മറീസ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജിയാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു ഓർമ്മകളിൽ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത സമയങ്ങൾ, നിങ്ങൾ റിലേഷൻഷിപ്പിന് മുന്നും നിങ്ങൾ അതായത് ഇതൊരു റിലേഷൻഷിപ്പ് വന്നതിന് മുന്നേ അറിയുന്ന വ്യക്തികളായിരുന്നെങ്കിൽ ആ ഒരു സമയത്തൊക്കെ നിങ്ങളുടെ സെലിബ്രേഷൻസ്, നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയങ്ങൾ അതൊക്കെ അവരിങ്ങനെ ഓർത്ത് ആ ഒരു ഓർമ്മകളിൽ അവർ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഫസ്റ്റ് കാർഡ് ഒരു ഫുൾഫിൽമെന്റ് കാർഡാണ്. നിങ്ങളുടെ വ്യക്തി വളരെയധികം നിങ്ങളെ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് ഒരു ഫുൾഫിൽമെന്റിലേക്ക് വരും എന്ന യൂണിവേഴ്സ് ഒരു ഗൈഡൻസും നമുക്കിവിടെ തരുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് 9 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. ഇത് ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് ഇത് മെയിനായിട്ടും കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു നിങ്ങൾ സെപ്പറേഷനിൽ പോയ സമയത്തൊക്കെ സാമ്പത്തികപരമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ പരമായിട്ട് സാമ്പത്തികപരമായിട്ട് അവർക്കൊരു ഉയർച്ച വന്നു അല്ലെങ്കിൽ ഇനി ഉടനെ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിന് ഒരു സക്സസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവരതിന് വേണ്ടിയിട്ടൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച് ഒരു സക്സസിൽ എത്തി എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ അവരത് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്, അവരത് എൻജോയ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഗ്രോത്ത്, ഒരു പോസ്പെരിറ്റി, ഒരു അബണ്ടൻസ് അവർക്ക് ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു സാമ്പത്തികപരമായ ഉയർച്ചയിലേക്ക് പോയി ആ ഒരു കാര്യങ്ങൾ ഇപ്പോൾ അവരൊന്ന് സെറ്റിൽഡ് ആയി. ഇനിയിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്നുകൂടി ഒരു റീബർത്ത് ഉണ്ടാകാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന, റീബർത്ത് ഉണ്ടാകണം, ഈ റിലേഷൻഷിപ്പിന് ഒരു റീബർത്ത് ഉണ്ടാകണമെന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു എനർജി കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് 7 ഓഫ് വാൻഡ്സിന്റെ കാർഡ് റിവേഴ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു കാർഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം സ്നേഹിച്ചിരുന്നു, നിങ്ങളും ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിരുന്നു. പക്ഷെ ഇവരുടേതായ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇവരുടേതായ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഇവർ സെപ്പറേഷനിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ആ ഒരു സെപ്പറേഷന് പോയ സമയത്തും ഇവർക്ക് ഇത് ഒരു തെറ്റായ തീരുമാനമാണ് എന്ന് മനസ്സിലായിരുന്നില്ല. പക്ഷെ ഈ കുറച്ച് നാളുകൾക്ക് ശേഷം ആ ഒരു സെപ്പറേഷൻ ചിലപ്പോൾ ചിലർക്ക് 4 months, ചിലർക്ക് 6 months, 1 year മേലെയുള്ളവരും ഉണ്ടായിരിക്കാം. അപ്പൊ ഈ ഒരു സെപ്പറേഷൻ വന്ന് ഇത്ര സമയം കഴിഞ്ഞതിന് ശേഷം ആണ് അവർക്ക് അവരുടെ ഒരു അവരെ ചുറ്റിയുള്ളതെല്ലാം നോക്കുമ്പോൾ അവർക്കൊരു ഒരു ഇൻകംപ്ലീഷൻ ഫീൽ ചെയ്യാണ്, ഒരു കംപ്ലീറ്റ് അല്ലാത്ത, പൂർണ്ണതയില്ലാത്ത അവസ്ഥ തോന്നുകയാണ്, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ അവർക്ക് അവിടെ ഒരു ലാക്ക് ഓഫ് കറേജ് ഉണ്ടാവുകയാണ്. അവർക്കൊരു എന്ത് ചെയ്യണം എന്നുള്ള ഒരു കറേജ്നെസ് നഷ്ടപ്പെടുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഒരു ലോ എനർജി, ഫെയിലായി പോയി, നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളൊരു ഫീലിങ്സ് ഇവർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് തന്നെ
ഒത്തിരി വളരെ അധികമായി സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് താൻ നഷ്ടപ്പെടുത്തി കാണുന്ന ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളായിക്കോട്ടെ, അതെല്ലാം ഇവർ ക്ഷമിക്കാനും അല്ലെങ്കിൽ ഇവരൊരു കോംപ്രമൈസിന് തയ്യാറാകുന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് ഒരു കോംപ്രമൈസിൽ എത്താനായിട്ട് ഇവർ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് വരുന്നത് നമുക്ക് 2 ഓഫ് വാൻഡ്സ് ആണ്. 2 ഓഫ് വാൻഡ്സിന്റെ കാർഡ് ഒരു പേഴ്സണൽ ഗോൾ നേടിയെടുക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പേഴ്സണൽ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർ വിഷ് ചെയ്യുന്നതും അത് തന്നെയാണ്, അവർ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പിലേക്ക് എത്താനായിട്ട് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇനി നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫലം നൽകുന്ന ഒരു അല്ലെങ്കിൽ ഒരു സക്സസ് ഉറപ്പാക്കുന്ന ഒരു ഐഡിയയുമായിട്ട് മാത്രമേ നിങ്ങളിലേക്ക് വരാൻ പറ്റുള്ളൂ. അതായത് ഇനി അവർ നിങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ ഉറപ്പായിട്ട് ഒരു റീകൺസിലേഷനിലേക്ക് വരികയും അതൊരു മാരേജിലേക്ക് വരെ പോകണമെന്ന് ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഐഡിയയുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. എങ്കിൽ കൂടിയും നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് ഈ വ്യക്തി പോയതായതുകൊണ്ട് അവർക്ക് ഇനി നിങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ട് കുറച്ച് ഫിയർ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൂടാതെ കുറച്ച് നമുക്കത് ക്ലിയർ അല്ല, ഫിയർ ഓഫ് അൺനോൺ എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് ക്ലിയർ അല്ല, കുറച്ച് വേറെ പല കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അത് നിങ്ങളുടെ ഫാമിലിയിൽ നിന്നുള്ള ഒരു എതിർപ്പായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ നിന്നുള്ള എതിർപ്പായിരിക്കാം. അങ്ങനെ പല ഫാക്ടേഴ്സ് ഈ ഒരു വ്യക്തിക്ക് ഒരു ധൈര്യമില്ലായ്മ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ടൊക്കെ തന്നെ ഇവർക്ക് ഒരു പ്ലാനിങ്, നല്ല രീതിയിൽ ഒരു പ്ലാനിങ് നിങ്ങളിലേക്ക് വരാനും ഒരു റീകൺസിലേഷനിലേക്ക് പോകാനും ഒക്കെ ഉള്ള ഒരു പ്ലാനിങ് ചെയ്യാനായിട്ട് ഒരു ലാക്ക് ഓഫ് പ്ലാനിങ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെ ഇവർ വളരെയധികം ആഗ്രഹിക്കുന്നു, ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവർ ഇതിനു മുന്നേ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മെസ്സേജ് ഇടുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു കോമൺ ഫ്രണ്ട്സ് വരെ നിങ്ങളെ അപ്രോച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഫാമിലിനെ അയക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ ആ ഒരു ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടായി, അതിനൊരു ഫെയിലിയർ ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആ ഒരു പ്ലാൻ, അവരെന്താണോ ആ ഒരു പ്ലാൻ നടത്തിയത് നിങ്ങളിലേക്ക് വരാനായിട്ട്, ആ ഒരു കാര്യം ഫെയിലിയർ ആയി. അതും ഇവർക്കൊരു ഫിയർ കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു സ്റ്റെപ്പ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഒരു ഫെയിലിയർ ആകുമോ, അല്ലെങ്കിൽ എൻ്റെ ഒരു ചിലപ്പോൾ ഇവരിപ്പോൾ ഒരു അപ്രോച്ച് നടത്തിയത് മറ്റൊരു രീതിയിലേക്ക് പോയിട്ട് അതൊരു മോശമായ രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടൊക്കെ തന്നെ ഇനിയും ഞാൻ ഒരു മോശപ്പെട്ട ആളായി വീണ്ടും വീണ്ടും മാറുമോ എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നു. അതാണ് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ഈ വ്യക്തി മടിച്ചു നിൽക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കിട്ടുന്നത് ഇവരുടെ ഫീലിങ്സ് 3 ഓഫ് വാൻഡ്സിന്റെ കാർഡാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളെയും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ഏറ്റവും പീക്കായിട്ടുള്ള ഒരു സമയമാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയാം, ഈ ഒരു സമയത്ത് സംതിങ് കുറച്ച് ബിഗ് ആയിട്ട് ചിന്തിക്കുക. ചെറിയ ചെറിയ ജോലികൾക്ക് വേണ്ടിയല്ല, വലിയ ജോലികൾക്ക്, വലിയ ഓപ്പർച്യൂണിറ്റികൾക്ക്. ഇതിവിടെ നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾക്ക് ഈ രാജ്യം വിട്ട് പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോയി ജോലി ചെയ്യാനും അല്ലെങ്കിൽ അതിനൊക്കെ ഉള്ള ഒത്തിരി ചാൻസുകൾ, ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ അത് ഇവിടെ ഉണ്ട് എന്ന ഒരു ഗൈഡൻസ് നമുക്കിവിടെ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്കൊക്കെ പോകാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു സക്സസ് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വഴി കറക്റ്റ് ആയിട്ടുള്ള വഴിയാണ് എന്നുള്ളൊരു യൂണിവേഴ്സിന്റെ ഗൈഡൻസ് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങളുടെ പേഴ്സൺ അല്ല, നിങ്ങളാണ് പുറത്തേക്കൊക്കെ പോകാനായിട്ട് ജോലിക്കൊക്കെ നോക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സക്സസിലേക്ക് പോകും എന്ന് തന്നെ നമുക്കിവിടെ ഒരു എനർജി കിട്ടുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ഒത്തിരി ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് നേടുന്നുണ്ട്. ഇത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. യൂണിവേഴ്സ് തന്നെ നിങ്ങളോട് പറയുന്നു, ഇറ്റ് ഈസ് ടൈം ടു തിങ്ക് ബിഗ്. വലുതായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് ചിന്തകൾ നടത്താനായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ എല്ലാം നല്ലതിനായിട്ട് വരും എന്നുള്ളൊരു കംഫർട്ട് സോണിലേക്ക് നിങ്ങൾ പോകും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത് ഈ ഒരു കാർഡുകൾ വഴിയിട്ട്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പും ഒരു കംഫർട്ട് സോണിലേക്ക് തന്നെ പോകും. അത് നമുക്ക് ഓൾറെഡി ഫസ്റ്റ് കാർഡ് കിട്ടിയതാണ്, പിന്നെ കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ് കൂടി നമ്മൾ എടുത്തേ ഉള്ളൂ. ഓക്കെ, നൈറ്റ് ഓഫ് സോർഡ്സ് ആണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇതും വീണ്ടും വീണ്ടും നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നു, ഒരു മാറ്റം വരുന്നു. കുറേ നാളുകളായിട്ട് സിൻസ് ലോങ് ടൈമായിട്ട് ഇതൊരു ഇങ്ങനെ വളരെ വിഷമത്തിലൂടെയും ഫെയിലിയറിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഈ ഒരു സമയത്ത് അതിനൊക്കെ ഒരു മാറ്റം വരുന്നു, ആ ഒരു ചേഞ്ച് ലൈഫിന് വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ആൻഡ് അവസാനമായിട്ട് യൂണിവേഴ്സിന് നിങ്ങളോടും നിങ്ങളുടെ പേഴ്സണോടും പറയാനായിട്ട് ഉള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസരം ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു അവസരമുണ്ട്. അത് റീകൺസിലേഷന് വേണ്ടിയിട്ടാണോ, റീസ്റ്റാർട്ടിന് വേണ്ടിയിട്ടാണെങ്കിലും, എന്തെങ്കിലും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ പേരൻസ് ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിന് സമ്മതിക്കാതിരിക്കുന്ന ഒരു സമയമായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് അവർക്ക് ചെറുതായിട്ട് ഓക്കെ എന്നാൽ ഇത് നടത്തിയേക്കാം, അല്ലെങ്കിൽ ഇതൊന്ന് സെറ്റാക്കാം എന്നുള്ള രീതിയിലൊരു പോസിറ്റീവ് സയൻസ് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ സമ്മതിക്കുന്നില്ല. ഈ ഒരു സമയത്ത് പേഴ്സൺ നിങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്ര നാൾ എന്നെ ഇട്ടിട്ട് പോയ ഒരാളല്ലേ, എനിക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് അവിടെ കൊണ്ട് അവസാനിച്ചു എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാനുള്ള പൂർണ്ണമായ ഒരു ഡിസിഷൻ എപ്പോഴും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. എങ്കിലും ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വേണ്ടാന്ന് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് എന്നേക്കുമായി നിങ്ങൾക്ക് നഷ്ടപ്പെടും. അത് എന്ത് കാര്യമായിരുന്നാലും ഈ ഒരു ടൈം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സമയമാണ് എന്നുള്ള ഒരു ഗൈഡൻസ് ആണ് നമുക്കിവിടെ യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നത്. എന്ത് കാര്യമായാലും, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്ത് ഓപ്പർച്യൂണിറ്റി, ഏത് അവസരങ്ങളാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ, ഈ ഒരു കാർഡ് അത് തന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത്, എന്നേക്കുമായിട്ട് നിങ്ങൾക്കത് മിസ്സായി പോകും എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിങ്ങളുടെ പേഴ്സണൽ ഫീലിങ്സ് നോക്കുമ്പോൾ മെയിനായിട്ടും ഈ ഒരു സമയത്ത് അവർ ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്തി കളഞ്ഞതിൽ അവർ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ മെസ്സേജോ കോളോ ഒക്കെ ആയിട്ട് നിങ്ങളിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ മൂന്നാമതൊരാൾ വഴി നിങ്ങളിലേക്ക് എത്തുകയാണ്, ഒരു മെസ്സേജ് വരികയാണെങ്കിൽ ഒക്കെ അതിന് അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിൻ്റെതായ ആക്ഷൻസ് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. കാരണം അത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അത് കിട്ടില്ല, അത് ഓൾറെഡി എൻഡായി പോകും എന്നുള്ളൊരു മെസ്സേജ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുടങ്ങാനായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതെല്ലാം സക്സസിലേക്ക് വരും എന്നുള്ളൊരു എനർജി നമുക്ക് ഇവിടെ കാർഡുകളിലൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അവർക്ക് നിങ്ങളുടെ പ്രസൻസ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു ലൈറ്റ് ആയിരുന്നു, ഒരു വെളിച്ചമായിരുന്നു. അതായത് ഒരു വഴികാട്ടിയായിരുന്നു. നിങ്ങൾ ഒരുപാട് സമയത്ത് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. മേ ബി ഫൈനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ മെന്റലി ആയിരിക്കാം, അവർക്ക് നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം അവർ ശരിക്കും മിസ് ചെയ്യുകയാണ്. അവർക്കിപ്പോൾ നിങ്ങൾ ഒപ്പമില്ലാത്തത് അത്രത്തോളം ആ ഒരു അവസ്ഥ അവരെ സങ്കടപ്പെടുത്തുന്നുണ്ട് എന്നുള്ളൊരു എനർജി തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. ചിലപ്പോൾ അവരുടെ ഈ ഒരു ഫീലിങ്സ് അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുന്നില്ല, അപ്പൊ അവർ കാണിക്കുന്നുണ്ടല്ലോ പുറത്തേക്ക്. ചിലപ്പോൾ അവർക്ക് അത്രത്തോളം ഒരു ഫീലിങ്സ് അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ഈ ഒരു റീഡിങ്ങിൽ വളരെയധികം വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര എനർജിയാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിന് കിട്ടുന്നത്. കുറച്ച് ക്ലൂസും കൂടെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. Clues related to this reading. Okay, clues related to this reading. Okay, ഫസ്റ്റ് ക്ലൂ നമുക്ക് വരുന്നത് ജൂലൈ മന്ത് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ് വരുന്നത്. സെക്കൻഡ് ക്ലൂ മോൾ ഓൺ ലെഫ്റ്റ് ചീക്ക്, ലെഫ്റ്റ് സൈഡിൽ കവിളിൽ മറുകളിലുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ട്രൂ ലവ്, ഇതൊരു സത്യസന്ധമായ സ്നേഹമാണ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ഗാർഡനിങ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. മലപ്പുറം ഡിസ്ട്രിക്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യെല്ലോ കളർ, ഓക്കെ, യെല്ലോ കളർ ആയിരിക്കും നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. കെയറിങ്, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ കെയറിങ് ആയിട്ടുള്ള ആളുകളായിരുന്നിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ. 1978 എന്ന് പറയുന്ന വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ബ്ലൂ കളർ ആയിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ. ഗ്രീൻ കളറും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് സ്റ്റഡ് ഇട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം. ചോക്ലേറ്റ് ലവർ, ചോക്ലേറ്റ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. ടാറ്റു ആർട്ട്, കൈകളിലും മറ്റുമൊക്കെ ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഉള്ളവരായിരിക്കാം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പേഴ്സണ്. 48 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. ഓക്കെ, ചെസ് കളിക്കാനും ഒക്കെ കളി കാണാനും ഒക്കെ താല്പര്യമുള്ള വ്യക്തികളാണ് എന്ന് വിചാരിക്കുന്നു. നമ്പർ 4 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ക്രേസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോട് ഒത്തിരി ക്രേസ് ഉള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. വീഡിയോ ഗെയിമൊക്കെ ഒത്തിരി സമയങ്ങളൊക്കെ ഇരുന്ന് കളിക്കുന്നവരോ അല്ലെങ്കിൽ അത് കളിക്കാനായിട്ട് ഒത്തിരി ഇൻട്രസ്റ്റ് ഉള്ളവരോ ആളുകളായിരിക്കാം. 2 വീക്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 23 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ഈസ് ഡ്രൈവിംഗ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാകാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡ്രൈവർ ജോബ് ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം.
അതുപോലെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.